Hey guys, welcome back to my channel. ചില കാര്യങ്ങൾ നമ്മൾ മറന്നാലും നമ്മുടെ മൊബൈൽ മറക്കില്ല, പ്രത്യേകിച്ച് ഗൂഗിള്. 2 ദിവസം മുന്നേ എൻ്റെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഗൂഗിൾ ഫോട്ടോസ് എന്നാണ് ആ നോട്ടിഫിക്കേഷൻ വന്നത്. 2 years ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എനിക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഈശ്വര 2 വർഷം എന്ത് പെട്ടെന്നാണല്ലേ പോയത്. 2 വർഷം മുന്നത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയിൽ വന്നു. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു ഒന്നും കൂടി ഒന്ന് ഓർമ്മ പുതുക്കാം. അപ്പം ഞങ്ങൾ വീണ്ടും ഓർമ്മ പുതുക്കാനായി പുറപ്പെട്ടു. ഓർമ്മ പുതുക്കാനുള്ള യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഞങ്ങളുടെ കുഞ്ഞു സേറ, അതെ, ഞങ്ങളുടെ ഉണ്ടാപ്പി. അപ്പം ഞങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള എല്ലാ വഴികളിൽ കൂടിയും ഞങ്ങളുടെ സേറേനെ കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾ ഏതൊക്കെ വഴികളിൽ കൂടി സഞ്ചരിച്ചിട്ടുണ്ടോ അവിടേക്കൊക്കെ ഞങ്ങൾക്ക് സേറേനെയും കൂട്ടിയിട്ട് പോകണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു സ്ഥലമാണിത്. കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയണ്ട ഇത് ഏതാ സ്ഥലം എന്നുള്ളത്. അപ്പം ഞങ്ങൾ സേറേനെയും കൂട്ടി അങ്ങോട്ട് പോയി, എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാൻ സേറയ്ക്ക്. അങ്ങനെ ഞങ്ങളവിടെ പോയി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ശിവരാത്രിയുടെ തലേ ദിവസമായിരുന്നു ഇത്. അതുകൊണ്ട് വലിയ രീതിയിൽ തിരക്കും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സേറയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്തു. എല്ലാതും ആദ്യമായിട്ട് കാണുന്ന എക്സൈറ്റ്മെൻറ്റിലാണോന്ന് അറിയില്ല, സേറ ഭയങ്കര ഒബ്സർവിങ് ആണ്. അവളുടെ ഗ്രോത്തിൻ്റെ ഓരോ സ്റ്റേജും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് കാണാറ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവളുടെ ഗ്രോത്തിൻ്റെ ഈ സ്റ്റേജിൽ ഒബ്സർവിങ് ആണ് കൂടുതലുള്ളത്. എല്ലാ കാര്യം സൂക്ഷിച്ച് നോക്കും. എക്സാമ്പിളായിട്ട് നമ്മുടെ ഷർട്ടിൻ്റെ ഒരു ബട്ടൺ പോലും അവൾ സൂം ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. എന്ത് കിട്ടിയാലും ഭയങ്കര ഒബ്സർവിങ് ആണിപ്പോൾ. ലൈറ്റ്സ് നമ്മളൊന്നല്ല ശ്രദ്ധ, ലൈറ്റ്സ് നോക്കും, ആൾക്കാരെ നോക്കും, ചിരി കളി. ഈ സ്റ്റേജിൽ അവളുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഫുൾ ടൈം കൈവായലാണ്. നമ്മളൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് നമ്മളൊന്ന് മാറി കഴിഞ്ഞാൽ അപ്പോൾ കൈയും എന്താണോ അവളുടെ കയ്യിൽ കിട്ടുന്നത് ഒക്കെ വായിൽ കൊണ്ടുപോകും. സേറ മാത്രമല്ല, ഈ സ്റ്റേജിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ സ്റ്റേജിൽ അവരുടെ ഏറ്റവും വലിയ ഹോബി, അല്ലെങ്കിൽ അവർക്ക് ആ കൂടി ചെയ്യാൻ അറിയുന്നത് ഈ കൈ വായിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. വേറൊന്നും അവരെ സംബന്ധിച്ച് അവർക്കറിയില്ല. പക്ഷെ കാണുന്നവർ പറയും, അയ്യോ കുഞ്ഞിന് വിശക്കുന്നു, അതിന് പാല് കൊടുക്കുമെന്ന്. അവർക്ക് അതേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ഇനിയെങ്കിലും ഈ ചോദ്യം നിർത്തുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങളുടെ യാത്ര തുടരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് വിശന്നായിരുന്നു. അപ്പം ഞങ്ങൾ ഇതുവരെ നമ്മുടെ ബിനി റിനോവേറ്റ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരുവിധം എല്ലാവരും ഈ സ്ഥലത്ത് എത്തിപ്പെട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കെല്ലാതും ഒരു പുത്തൻ കാഴ്ചകളായിരുന്നു. ഞാൻ ഓവറായിട്ട് എക്സാജറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. എന്നാലും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്തിട്ട് പറ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. വലുതായിട്ടുള്ള ഓർഡറൊന്നും ചെയ്തില്ല, ചെറുതായിട്ട് ഓർഡർ ചെയ്തുള്ളൂ. കാരണം വീട്ടിൽ അമ്മ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നെങ്ങാനും കഴിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഫുഡ് വേസ്റ്റ് ആവും. അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 2 സൂപ്പാണ് ഓർഡർ ചെയ്തത്. സൂപ്പ് ഓർഡർ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ബസർ തരും. ആ ബസർ ബീപ്പ് സൗണ്ട് കേൾക്കും, പ്ലസ് വൈബ്രേറ്റും ചെയ്യും. അപ്പോൾ നമ്മുടെ കൗണ്ടറിൽ നമ്മുടെ ഫുഡായിട്ടുണ്ടാവും. അപ്പോൾ അതുവരെ നമുക്കവിടെ വർത്തമാനം പറഞ്ഞിരിക്കാം. അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് സാറാനെ ഞങ്ങൾ അവിടെ കിടത്തി. അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത്. സാറ ചെയ്തു വെച്ച പണി കണ്ടോ? പാച്ചുവിൻ്റെ ഷർട്ട് മൊത്തം അവൾ തേനൊലിപ്പിച്ച് വെച്ചിട്ടിരിക്കുകയാണ്. നമുക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല, ഒക്കെ സഹിക്കന്നെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി ബാലൻസ് ഒരു രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ 1 രൂപയ്ക്ക് ഒരു കപ്പലണ്ടി മുട്ടായി എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഫീൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോഴാണ് നമ്മുടെ ബസറടിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ആ ബസർ കൊടുത്തിട്ട് നമ്മുടെ ഫുഡ് ഇങ്ങനെ വേഗം തന്നോളൂ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ചിക്കൻ സൂപ്പും ഒരു മട്ടൻ സൂപ്പാണ് പറഞ്ഞത്. മട്ടൻ എനിക്കല്ല, പാച്ചുവിനാണ്. ഞാൻ ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തത്. നല്ല സൂപ്പായിരുന്നു കേട്ടോ. നല്ല, അതായത് അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു സൂപ്പായിരുന്നു. ഞാൻ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും പോയിട്ട് സൂപ്പ് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സൂപ്പ് മസ്റ്റ് ട്രൈ ആണ്. ചിക്കൻ സൂപ്പാണ് എനിക്ക് ഇത്രയും കൂടെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ മട്ടൻ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ളത് ചിക്കൻ സൂപ്പാണ്. അങ്ങനെ ഞങ്ങൾ സൂപ്പൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോഴേക്കും നമ്മുടെ സേറ ഉറങ്ങിപ്പോയി. അപ്പം ഞാൻ അവളുടെ വേഗം ക്യാപ്പൊക്കെ ഇടിയിച്ച് പോയി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.